അടുത്തത് ഫോറക്സ് റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്സ് എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. ഫോറക്സ് എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ് ഈസ് ദ എൻറ്റയർ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് വിച്ച് ഓൾ ഏരിയാസ് ഓഫ് ബിസിനസ് ഹാസ് എ പൊട്ടൻഷ്യൽ ത്രെഡ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക്, സ്റ്റഡിയിങ് ആൻഡ് അനലൈസിംഗ് ദോസ് ത്രെഡ്സ് ആൻഡ് ഏരിയാസ് ഓഫ് ത്രെഡ്, selecting the best suitable technique for covering the particular risk, all focused towards protecting the shareholders' interest. ഇപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ഏരിയാസിലും ബിസിനസ്സിന് പൊട്ടൻഷ്യൽ ത്രെഡ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളതെന്ന് കണ്ടെത്തുന്ന പ്രോസസ്സ് ഉണ്ട്. പിന്നെ അതിനെക്കുറിച്ച് പഠിക്കണം, അനലൈസ് ചെയ്യുന്നുണ്ട് ആ ത്രെഡുകളെ കുറിച്ചിട്ട്. പിന്നെ ഏരിയാസ് ഏതൊക്കെയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യണത്, അതിനെ റിക്കവറി ചെയ്യാനുള്ള ബെസ്റ്റ് സൂട്ടബിൾ ടെക്നിക്ക് ഏതൊക്കെയാണ്, ഇതൊക്കെ ഇതിൽ വരുന്നത് ഫോറക്സ് റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്സിൽ വരുന്നത്. ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ വിച്ച് നീഡ് ടു ബി കവേർഡ് ആർ ഓഫ് ടു ടൈപ്സ്. രണ്ട് രീതിയിലാണുള്ളത്, ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം കേട്ടോ. റിസ്ക് ഇൻവോൾവിംഗ് ഷോർട്ട് ടേം ട്രാൻസാക്ഷൻ ക്യാൻ ബി ഡെൽറ്റ് വിത്ത് യൂസിംഗ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്, ബട്ട് ലോങ് ടേം റിസ്ക് ഓഫൺ റിക്വയർ ചേഞ്ച് ഇൻ ദ ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പനി. ഇപ്പം ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. ഷോർട്ട് ടേം ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ്. പക്ഷെ ലോങ് ടേം റിസ്ക് ആണെങ്കിൽ അതിനെന്താണ് ഓപ്പറേഷൻസ് ചേഞ്ചസ് ഇൻ ദ ഓപ്പറേഷൻസ് ഓഫ് ദ കമ്പനിയുടെ ഓപ്പറേഷൻസ് തന്നെ എന്താണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടതായിട്ട് വരും ലോങ് ടേം നേച്ചർ ആണെങ്കിൽ വന്നെങ്കിൽ. ഹെഡ്ജ്, ഓപ്ഷൻസ്, റോൾ ഓവർ കവർ, സ്വാപ്സ്, സ്പോട്ട് ആൻഡ് ഫോർവേഡ് ഡീലിംഗ്സ് എക്സെട്ര are some of the methods adopted by businessmen to manage the risk and make profit. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ബിസിനസ്മാൻമാര് റിസ്ക് ആയാലും മാനേജ് ചെയ്യുന്നതിന് പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫോറക്സ് മാനേജ് ടെക്നിക്സ് ആണ് ഹെഡ്ജസ്, ഓപ്ഷൻസ്, റോൾ ഓവർ കവർ, സ്വാപ്സ്, സ്പോട്ട് ആൻഡ് ഫോർവേഡ് ഡീലിംഗ്സ്. അപ്പം ആദ്യത്തെ സ്പോട്ട് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്നുള്ളതാണ് പറയണത്. ദ സ്പോട്ട് റേറ്റ് ഓഫ് foreign exchange is the rate or price expressed in terms of the home currency which is payable for spot delivery of specialized types of foreign exchange. In actual practice, there is not one but many spot rates of foreign exchange. The spot rate for cables, telegraphic transfers, being different from the one applicable to checks and commercial bills. ഇപ്പോൾ സ്പോട്ട് റേറ്റ് എന്ന് പറഞ്ഞാൽ ഫോറിൻ എക്സ്ചേഞ്ചിൽ ഒരു റേറ്റ് ആണ്, അതായത് നമ്മൾ പ്രൈസ് എക്സ്പ്രസ് ചെയ്യണത് ഹോം കറൻസി വെച്ചിട്ട്. അതുപോലെ തന്നെ വിച്ച് ഈസ് പേബിൾ ഫോർ സ്പോട്ട് ഡെലിവറി ഓഫ് സ്പെസിഫൈഡ് ടൈപ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മൾ ഏത് ടൈപ്പാണ് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ നടത്തുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യണത് സ്പോട്ട് ഡെലിവറി വരുന്നത്. അപ്പം അത് ശരിക്കും പ്രാവർത്തികമാക്കുമ്പോൾ ഒരേ റേറ്റ് ആയിരിക്കില്ല ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്നത്, പല സ്പോട്ട് റേറ്റുകൾ വരാം. ഇപ്പം ഇവിടെ പറഞ്ഞ കേബിൾ ടെലിഗ്രാഫ് ട്രാൻസ്ഫേഴ്സ് ആണെങ്കിൽ അതിൽ വന്ന എക്സ്ചേഞ്ച് സ്പോട്ട് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളതിനെ അപേക്ഷിച്ച് എന്തായിരിക്കും ഹയർ ആയിരിക്കും. ചെക്ക് ആൻഡ് കൊമേഴ്ഷ്യൽ ബിൽസ് ട്രാൻസാക്ഷൻ ചെയ്യണ പോലെ ആയിരിക്കില്ല ടെലിഗ്രാഫ് ട്രാൻസ്ഫേഴ്സ് വരുന്നത്, അതിനെന്തായിരിക്കും എക്സ്ചേഞ്ച് റേറ്റ് കൂടുതലായിരിക്കും. The spot transaction in foreign exchange in which the buyer and seller sells on the spot are conducted in the spot foreign exchange market. സ്പോട്ട് ട്രാൻസാക്ഷനിൽ പറഞ്ഞ എന്താണ്, ബയ്യർ സെല്ലർ എന്ത് ചെയ്യുന്നത് അവരുടെ സ്പോട്ട് ആ സമയത്താണ് എന്ത് ചെയ്യണത് എക്സ്ചേഞ്ച് ചെയ്യണത്. ഇൻ ദ സ്പോട്ട് ട്രാൻസാക്ഷൻ ദ സെല്ലർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് ഹാസ് ടു ഡെലിവർ ദ ഫോറിൻ എക്സ്ചേഞ്ച് സോൾഡ് ബൈ ഹിം ഓൺ ദ സ്പോട്ട്. അപ്പം സ്പോട്ട് ട്രാൻസാക്ഷനിൽ സെല്ലർ എന്താ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്നതും അത് വിൽപ്പന നടത്തുന്നതും ഓൺ ദ സ്പോട്ടിലാണ് ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ലൈക്ക് വൈസ് എ ബയർ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് വിൽ ഇമ്മീഡിയറ്റ്ലി റിസീവ് ദ ഫോറിൻ എക്സ്ചേഞ്ച് ബോട്ട് ബൈ ഹിം. അപ്പം അതുപോലെ തന്നെ ബയർ എന്ത് ചെയ്യണത് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് അവരെന്ത് ചെയ്യണത് അത് വാങ്ങുകയും ചെയ്യുന്നത്. In the forward foreign exchange market, the seller agreed to sell and the buyer agrees to buy a certain stated amount of foreign exchange at some specified future date at a price agreed upon in advance. ഇനി ഫോർവേഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആണെങ്കിൽ സെല്ലർ എന്താണത് വിറ്റ് കൊള്ളാമെന്ന് ബയർ ഇത് വാങ്ങിക്കൊള്ളാമെന്ന് ഒരു എഗ്രിമെന്റ് സർട്ടൻ എമൗണ്ടിന് ഒരു എഗ്രിമെന്റ് വെക്കുന്നതാണ്. അത് സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റിനാണ് ഒരു പ്രൈസ് എഗ്രീഡ് പ്രൈസിന് അഡ്വാൻസ് ആയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് പ്രിപ്പയർ ചെയ്യണത്. എന്തിനാണ് ഫോർവേഡ് ഫോറിൻ എക്സ്ചേഞ്ചിൽ. യൂഷ്വലി ദ ഫോർവേഡ് കോൺട്രാക്ട് ആർ മെയ്ഡ് ഓൺ ദ 3-month ബേസിസ്. 3 മാസ കാലയളവിലാണ്. അത് 3 മാസം മുന്നേ ഒരു എഗ്രിമെന്റ് ഉണ്ടാകാം, 3 മാസത്തിനുള്ളിലായിരിക്കും എഗ്രിമെന്റ് അവർ ഫുൾഫിൽ ചെയ്യണത്. ദ സ്പോട്ട് ആൻഡ് ഫോർവേഡ് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ് ആർ ഇന്റിമേറ്റ്ലി ലിങ്ക്ഡ് ത്രൂ ഇൻട്രസ്റ്റ് ആർബിട്രേജ്, ഹെഡ്ജിങ് ആൻഡ് സ്പെക്കുലേഷൻ. അപ്പോൾ സ്പോട്ടും ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്താണ് അവർ ലിങ്ക്ഡ് ആണെന്നാണ് പറയണത്. അത് ഇൻട്രസ്റ്റ് ആർബിട്രേജ്, ഹെഡ്ജിങ് ആൻഡ് സ്പെക്കുലേഷൻ എന്നീ രീതിയിലൂടെയാണ് എന്ത് ചെയ്യണത് ഇത് രണ്ടും ലിങ്ക്ഡ് ആയിട്ട് വരുന്നത്.
അടുത്തത് ഫോർവേഡ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്താണെന്നാണ് പറയണത്. The forward rate of foreign exchange is the rate or price at which transaction will be customated at some specified time in future. In modern times, it has assumed great importance in the international capital movements. The foreign exchange banks play an important role in this respect by matching the purchases and sales of forward foreign exchange on the part of prospective importers and exporters respectively. The system has been developed to minimize the risk resulting from fluctuations over time in the spot foreign exchange rate to the importers and the exporters. ഫോർവേഡ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈസ് ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ഒരു പ്രൈസ് തീരുമാനിച്ചിട്ടുണ്ടാവും. അത് ഭാവിയിലാണ് നമ്മൾ എന്താണ് സ്പെസിഫൈ ചെയ്യണത്. പുതിയ രീതിയിലാണെങ്കിൽ ഇന്റർനാഷണൽ ക്യാപിറ്റൽ മൂവ്മെന്റ് എന്തുണ്ട്, ഇതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫോറിൻ എക്സ്ചേഞ്ചിന് ബാങ്കുകൾ വലിയ രീതിയിൽ മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. പർച്ചേസ് സെയിൽസും ഫോർവേഡ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനാണ് കൂടുതൽ അവരെന്ത് ചെയ്യണത്, മുൻതൂക്കം കൊടുക്കുന്നത്. കാരണം എന്താണ്, നേരത്തെ തന്നെ മുൻകൂട്ടി തീരുമാനിക്കും. റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ പ്രാവശ്യവും ഫ്ലക്ച്വേഷൻ വരുമ്പോൾ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സ്പോട്ട് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് ആണ് കൂടുതലായിട്ട് ഇമ്പോർട്ടേഴ്സും എക്സ്പോർട്ടേഴ്സും ഉപയോഗിക്കുന്നത്. സപ്പോസ് ദാറ്റ് ആൻ ഇന്ത്യൻ ടെലിവിഷൻ ഡീലർ വാണ്ട് ടു ഇമ്പോർട്ട് ദ ടെലിവിഷൻ സെറ്റ് ഫ്രം ജപ്പാൻ. Suppose that the foreign exchange rate at the moment is ₹2 per Japanese yen, and at this rate the Indian television dealer calculated that he could import the television sets, pay the customs duty on them, sell them in India, pay the price of the television sets and make a profit on them. എന്താണ് പറയണത്, ഇന്ത്യൻ ടെലിവിഷൻ ഡീലർ എന്താണ് ജപ്പാനിൽ നിന്ന് ടെലിവിഷൻ സെറ്റ് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് നോക്കിയപ്പോൾ എന്താണ്, അന്നേരം എത്രയുള്ളൂ, ജപ്പാനീസ് ₹2 per ജപ്പാനീസ് എന്നാണ് കാണുന്നത്. അപ്പോൾ ആ റേറ്റിനാണെങ്കിൽ ഇന്ത്യൻ ടെലിവിഷൻ ഡീലർക്ക് എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇമ്പോർട്ട് ചെയ്യണതായിരിക്കും നല്ലതെന്ന് തോന്നി. കസ്റ്റം ഡ്യൂട്ടിയൊക്കെ കൊടുത്തതിന് ശേഷം സെൽസ് ദം ഇൻ ഇന്ത്യ, എന്നിട്ടത് ഇന്ത്യയിൽ വിൽപ്പന നടത്താം. പേ ദ പ്രൈസ് ഓഫ് ദ ടെലിവിഷൻ സെറ്റ് ആൻഡ് മേക്ക് എ പ്രോഫിറ്റ് ഓൺ ദം. അപ്പോൾ ടെലിവിഷൻ സെറ്റിന് നമുക്ക് എന്താണ്, ഇന്ത്യയിലെ കുറവ് കാശിന് നമുക്ക് അവിടെ കിട്ടുകയും ചെയ്യും, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാം, ലാഭത്തിന് വിൽക്കുകയും ചെയ്യാം. But by the time the television sets have been shipped, exhibited in Mumbai, sold and paid for, several months will have elapsed and foreign exchange rate may now be ₹3 for a yen, in which case he has to pay ₹1 more for each yen of the price of the television set. In place of the expected profit, he may realize actual losses. In other words, the transaction will be profitable only if the Indian importer can import television set from Japan at an exchange rate of 2 Indian rupees for 1 Japanese yen. പക്ഷേ ആ എന്താണ് സമയമായപ്പോഴേക്കും ടെലിവിഷൻ ഷിപ്പ് ചെയ്ത് മുംബൈയിലേക്ക് എത്തി വിൽക്കണ അത് വന്നപ്പോഴേക്കും എന്താണ് കുറേ മാസങ്ങൾ പിടിച്ച് വരാനായിട്ട്. അപ്പോൾ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എത്രയായിട്ട് മാറി, ₹3 ആയിട്ട് മാറി. ഒരു യെന്നിന് ₹3 വന്നു. അപ്പോൾ അയാൾക്ക് എന്താണ് ₹1 അധികമായിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വന്നു ഓരോ ടെലിവിഷൻ സെറ്റിനും. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾ പ്രതീക്ഷിച്ച ലാഭം എന്തായിട്ട് മാറി, ലോസ് ആയിട്ട് മാറി. കാരണം എന്തായിട്ടാണ് പറയണത്, ഇന്ത്യൻ ഇമ്പോർട്ടർക്ക് അത് പ്രോഫിറ്റബിൾ ആവണം എന്നുണ്ടെങ്കിൽ ₹2, അതായത് ഒരു യെന്നിന് ₹2 per ആയിരുന്നെങ്കിൽ അയാൾക്ക് എന്തായത് ലാഭമായാനെ. പക്ഷെ അതെന്താണ്, ആ എക്സ്ചേഞ്ച് നിലനിൽക്കുമ്പോഴാണ് ആ സെറ്റ് ഇവിടെ എത്തേണ്ടത്, ഇന്ത്യയിൽ എത്തേണ്ടത്. പക്ഷെ അത് വന്നപ്പോഴേക്കും കുറേ ഷിപ്പിലല്ല വന്നത്, കാലതാമസം വന്നുകൊണ്ട് എക്സ്ചേഞ്ച് റേറ്റ് വ്യത്യാസം വന്ന് എത്ര രൂപയും ₹3 മാറി. അപ്പോൾ അയാൾക്ക് എന്ത് പറ്റി, ₹1 വെച്ചിട്ട് എന്തേലും കൂടുതൽ അധികം എമൗണ്ട് കൊടുക്കേണ്ടതായിട്ടും വന്ന് ആക്ച്വലി അതെന്തായിട്ട് മാറുകയും ചെയ്ത് ലോസ് ആയിട്ട് വരികയും ചെയ്തു. അപ്പം ഇതിനെയാണ് ഫോർവേഡ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ ഫോർവേഡ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. The forward foreign exchange rate give him this assurance. His bank will sell him 3 months forward yen at ₹2 per yen by charging a small premium. It means that the bank undertake to sell the named quantity of the yens at an exchange rate of ₹2 per yen in 3 months time, whatever be the rate of exchange in the foreign market.
പക്ഷെ ഫോർവേഡ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, അയാളുടെ ബാങ്ക് എന്ത് ചെയ്തോളും, 3 മാസങ്ങൾക്ക് മുൻപ് തന്നെ 2/n ആയിരിക്കുമ്പോൾ തന്നെ ചെറിയ പ്രീമിയത്തോട് കൂടി എന്ത് ചെയ്യും, ആ എമൗണ്ട് ആർക്ക് കൊടുക്കും, ജപ്പാൻ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. എങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ₹2 ആയിരിക്കുമ്പോൾ തന്നെ. അപ്പം അതുകൊണ്ട് തന്നെ ഫോറിൻ മാർക്കറ്റിൽ നിന്ന് എത്ര രൂപയായിട്ടുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. എന്താണ്, നേരത്തെ നമ്മൾ പേയ്മെന്റ് നടത്തിയിട്ടുണ്ട്, ഫോർവേഡ് അല്ല, നേരത്തെ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പ്രകാരം പേയ്മെന്റും സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത്തരത്തിൽ നഷ്ടം റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. Similarly, persons who expect to receive sums in foreign currency at some future date are able to sell forward exchange to the banks in order to be sure in advance exactly how much they will receive in terms of the home currency. അപ്പം പറഞ്ഞെന്താണ്, വ്യക്തികളായിട്ടുണ്ടെങ്കിലും അവർ ഒരു ഫോറിൻ കറൻസി ഫ്യൂച്ചർ ഡേറ്റിന് വാങ്ങാമെന്ന് ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. എക്സ്പോർട്ടേഴ്സ് ഓർ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കട്ടെ ഇത്തരത്തിൽ ഇൻട്രസ്റ്റോ ഡിവിഡൻഡോ കിട്ടുന്നതിന് വേണ്ടി അബ്രോഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അവർക്കും എന്ത് ചെയ്യാം, ഫോർവേഡ് എക്സ്ചേഞ്ച് രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ ട്രാൻസാക്ഷൻ നടത്താനായിട്ട് സാധിക്കും. അല്ലാണ്ട് നേരിട്ടാണെങ്കിൽ അതിന് ഒരുപാട് ബുദ്ധിമുട്ട്. പക്ഷേ ഫോർവേഡ് എക്സ്ചേഞ്ച് റേറ്റിലൂടെ ആണെങ്കിൽ അവർക്ക് ലാഭകരമായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് സാധിക്കും. The basic importance of the forward foreign exchange rate follows from the fact that the actual rate of exchange is liable to fluctuate from time to time, rendering the purchase and sale of goods abroad risky. Forward foreign exchange rate enable the exporters and importers of goods to know the price of their goods which they are about to export or import. The forward foreign exchange market protects the importers and exporters against the risk of foreign exchange rate fluctuation through hedging or covering. This system will enable the international businessmen to concentrate on their pure trading activities. ഇപ്പോൾ ഫോർവേഡ് ഫോറിൻ എക്സ്ചേഞ്ചിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വന്നത് എപ്പോഴാണ്, ഓരോ സമയത്തും റേറ്റ് ഭയങ്കരമായിട്ട് കൂടുകയും കുറയും ചെയ്യുമ്പോൾ പർച്ചേസോ സെയിലോ അബ്രോഡ് എന്നത് റിസ്കി ആയിട്ട് മാറും. അപ്പം അങ്ങനെയാകുമ്പോൾ എക്സ്പോർട്ടേഴ്സിനെയും ഇമ്പോർട്ടേഴ്സിനെയും ഒരേ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫോർവേഡ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ സഹായിക്കാനായിട്ട് സാധിക്കും. അപ്പം അത്തരത്തിലാവുമ്പോൾ എന്താ, ഇമ്പോർട്ടേഴ്സ് എക്സ്പോർട്ടേഴ്സിനും അവരുടെ റിസ്കിന് എഗനിസ്റ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് ഫോർവേഡ് ഫോറിൻ എക്സ്ചേഞ്ച് സഹായിക്കുന്നുണ്ട്. അത് ഹെഡ്ജിങ്ങിലൂടെ കവറിങ്ങിലൂടെയാണ്. അപ്പോൾ ഈ സിസ്റ്റം ഒരു ഇന്റർനാഷണൽ ബിസിനസ്മാനെ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ മുഴുവൻ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അടുത്തത് ദ വേരിയസ് ഫോറക്സ് റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്സ് ആണ് കേട്ടോ. 6 ടൈപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഫോർവേഡ് മാർക്കറ്റ് ഹെഡ്ജ്, സെക്കൻഡ് മണി മാർക്കറ്റ് ഹെഡ്ജ്, തേർഡ് റോൾ ഓവർ കോൺട്രാക്ട്, ഫോർത്ത് കറൻസി ഫ്യൂച്ചേഴ്സ്, ഫിഫ്ത്ത് കറൻസി ഓപ്ഷൻസ്, സിക്സ്ത് കറൻസി സ്വാപ്സ്. ഇങ്ങനെ 6 എണ്ണമാണ് എന്തായിട്ട് പറയണത്, ഫോറക്സ് റിസ്ക് മാനേജ്മെന്റ് ടെക്നിക്സ് ആയിട്ട് പറയണത്. ഒന്നാമത്തേതാണ് ഫോർവേഡ് മാർക്കറ്റ് ഹെഡ്ജ്. എന്താണെന്നാണ് പറയുന്നത്. Hedging is an action taken to mitigate fluctuation in prices. A commitment or obligation to pay money or future receivable in future may incur loss because of decrease in money value or an increase in exchange rate. ഹെഡ്ജിങ് എന്തിനു വേണ്ടിയിട്ടാണ്, പ്രൈസിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ അതിനെ മിറ്റിഗേറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. അതൊരു കമ്മിറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമോ, ഇത്ര എമൗണ്ട് ഫ്യൂച്ചറിൽ റിസീവ് ചെയ്തുകൊള്ളാമെന്ന്, അതായത് ഫ്യൂച്ചറിൽ നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ മണി വാല്യൂ ഇൻക്രീസോ ഡിക്രീസോ ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നഷ്ടം ഇല്ലാതിരിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന ഒരു കമ്മിറ്റ്മെന്റിനെയാണ് എന്ന് പറയുന്നത് ഫോർവേഡ് മാർക്കറ്റ് ഹെഡ്ജ് എന്ന് പറയുന്നത്. ദിസ് കുഡ് ബി റെഡ്യൂസ്ഡ് ഓർ ഓഫ്സെറ്റ് ബൈ അനദർ കോൺട്രാക്ട് ഓഫ് ബൈയിങ് ഓർ സെല്ലിംഗ് ആസ് ദ കേസ് മേ ബി. ഇത് എങ്ങനെ നമുക്ക് ഓഫ്സെറ്റ് ചെയ്ത് റെഡ്യൂസ് ചെയ്യാം, കോൺട്രാക്ട് ബൈയിങ്ങോ സെല്ലിങ്ങോ നടത്തിയായിരിക്കും ഇത്തരത്തിൽ എന്ത് ചെയ്യണത്, റിസ്ക് കുറയ്ക്കുന്നത്. The forward market is where you can buy and sell a currency at a fixed future date for a predetermined rate. ഫോർവേഡ് മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കുന്നതിന് എവിടെ വേണം വാങ്ങുന്നതിനോ സാധിക്കും കറൻസി. ഒരു ഫിക്സഡ് ഫ്യൂച്ചർ ഡേറ്റിൽ പ്രീഡിറ്റർമൈൻഡ് റേറ്റിനാണ് ചെയ്യണത്. ദാറ്റ് ഈസ് ദ ഫോർവേഡ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്. അതുകൊണ്ടാണ് എന്തെന്ന് ഫോർവേഡ്, മുന്നോട്ടാണ് അല്ലേ. ഇപ്പൊ ഇന്ന് 3 മാസങ്ങൾക്ക് ശേഷമാണ് എന്ത് ചെയ്യണത്, ആ കോൺട്രാക്ട് ഫുൾഫിൽ ആവുള്ളൂ. അപ്പൊ അതിന് മുന്നോടിയായിട്ട് നടത്തുന്ന കോൺട്രാക്ടിനെയാണ് ഫോർവേഡ് റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇൻ എ ഫോർവേഡ് മാർക്കറ്റ് ഹെഡ്ജ് എ നെറ്റ് ലയബിലിറ്റി പൊസിഷൻ ഈസ് കൺവേർട്ടഡ് ബൈ ആൻ അസെറ്റ് ഇൻ ദ ഫോർവേഡ് മാർക്കറ്റ്. ദ ഫോർവേഡ് മാർക്കറ്റ് ഹെഡ്ജിൽ ഒരു നെറ്റ് ലയബിലിറ്റി അസെറ്റ്, ആ പൊസിഷൻ എന്തിലേക്ക് മാറുകയാണ് ചെയ്യണത്,
അസറ്റിൻ്റെ അല്ലെങ്കിൽ ലയബിലിറ്റിയുടെ പൊസിഷനിലേക്ക് മാറുകയാണ് ഫോർവേഡ് മാർക്കറ്റിൽ ചെയ്യണത് കേട്ടോ. നെറ്റ് ലയബിലിറ്റി പൊസിഷൻ എന്തായിട്ട് അസറ്റായിട്ട് വരും. അസറ്റ് പൊസിഷൻ ആണെങ്കിൽ അത് ലയബിലിറ്റി പൊസിഷനായിട്ട് മാറുകയും ചെയ്യും. ഇവിടെ ഒരു പ്രോബ്ലം കൊടുത്തിട്ടുണ്ട് കേട്ടോ. To illustrate the mechanism of the forward market hedge, consider the case of an Indian firm which has a liability of $1 lakh payable in 60 days to an American supplier on account of credit purchases. The firm may employ the following steps to cover its liability position. എന്താണ് പറയണത്? ഇവിടെ ഫോർവേഡ് മാർക്കറ്റ് ഹെഡ്ജിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് നടക്കുന്നത്, കോൺട്രാക്ട് നടക്കുന്നത്. അതിൽ ഇന്ത്യൻ ഫേമിന്റെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ $1 ലക്ഷം 60 ദിവസത്തിനുള്ളിൽ അമേരിക്കൻ സപ്ലയർക്ക് കൊടുക്കണം. ക്രെഡിറ്റ് പർച്ചേസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനായിട്ട് ആ ഫേമിന് അവരുടെ ലയബിലിറ്റി പൊസിഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സ്റ്റെപ്പുകൾ ചെയ്യാം എന്നാണ് പറയണത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് കോൺട്രാക്റ്റിൽ അവർക്ക് എന്ത് ചെയ്യാം, എൻട്രി ചെയ്യാം. $1 lakh in 60 days ഫ്രം എ ഫോറിൻ എക്സ്ചേഞ്ച് ഡീലറുമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർവേഡ് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാം. ദ 60-day ഫോർവേഡ് കോൺട്രാക്ട് ഈസ് ₹65.90 per dollar. അപ്പം ആ ഫോർവേഡ് കോൺട്രാക്ട് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $65.90 ആണ് വരുന്നത് കേട്ടോ. On the 16th day, pay the dealer ₹6 lakh 65,90,000. By using such a mechanism, the Indian firm can eliminate the exchange risk in dollars because of its asset position in the forward dollars. To cover a net asset position in foreign currency, a reverse process has to be followed. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ഫോർവേഡ് കോൺട്രാക്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, 60 ദിവസത്തേക്ക് വേണ്ടി ഫോറിൻ എക്സ്ചേഞ്ച് ഡീലറിൽ നിന്നും $1 ലക്ഷം അവർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. പക്ഷേ റേറ്റ് എത്ര, 65.90 per dollar വെച്ചിട്ട് കിട്ടുള്ളൂ എന്ന്. വേറൊരു പർച്ചേസ് ചെയ്യുന്നത് പേ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം 60ാമത്തെ ദിവസം അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, എത്ര എമൗണ്ട് കൊടുക്കണം, $1 ലക്ഷം × 65.90 കേട്ടോ. $1 65.90 ആ രൂപ വെച്ച് മൾട്ടിപ്പിൾ ചെയ്യുക. അപ്പോൾ 65,90,000 കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിൽ മെക്കാനിക്സ് ഉപയോഗിക്കാൻ ഇന്ത്യൻ ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ എക്സ്ചേഞ്ച് റിസ്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും ഡോളറിലുള്ളത്. അപ്പോൾ എന്തായിട്ട് മാറുകയാണ്, അസറ്റ് പൊസിഷൻ ആയിട്ട് ഫോർവേഡ് ഡോളേഴ്സ് അസറ്റ് പൊസിഷൻ അവരുടെ കയ്യിലുണ്ട്. ഇപ്പം അത് അവരെന്ത് ചെയ്ത് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കണം. കാരണം 60 ദിവസം കഴിയുമ്പോൾ അത് എന്ത് ചെയ്യും, അമേരിക്കൻ കമ്പനിക്ക് കൊടുക്കുകയും ചെയ്യും. To cover a net asset position in the foreign currency, a reverse process has to be followed. ഇനി ഫോറിൻ കറൻസിയിൽ നെറ്റ് അസറ്റ് പൊസിഷനിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇത് വിൽപ്പന നടത്താം. അപ്പം എന്തിലേക്ക് പോകും, ലയബിലിറ്റിയിലെ പൊസിഷനിലേക്ക് പോവുകയും ചെയ്യും. അപ്പം അതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഇനി താഴെ വേറൊരു ഇലിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. To illustrate this process, consider an Indian firm which is expecting a payment of ₹1 lakh due in 60 days on account of credit sale. ഇനി എന്താണ്, ഇന്ത്യൻ ഫേം ക്രെഡിറ്റ് സെയിൽ നടത്തി അയക്കണം. 60 ദിവസം കഴിയുമ്പോൾ അവർക്ക് $1 ലക്ഷം ഡോളറായിട്ട് കിട്ടണം. ഫ്രം ആൻ അമേരിക്കൻ കസ്റ്റമറിൽ നിന്നാണ് കിട്ടുന്നത്. ദ ഫേം ക്യാൻ ടേക്ക് ദ ഫോളോയിങ് സ്റ്റെപ്സ് ടു കവർ ഇറ്റ്സ് അസറ്റ് പൊസിഷൻ. അപ്പോൾ അസറ്റ് പൊസിഷൻ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കാൻ പറ്റും എന്നാണ് പറയണത്. എന്ത് ചെയ്യാം, ഫോറിൻ എക്സ്ചേഞ്ച് ഡീലറുമായിട്ട് കോൺട്രാക്റ്റിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, $1 ലക്ഷം 60 ദിവസത്തേക്ക് വിൽപ്പന ചെയ്യാം. ദ ഡേ ഫോർവേഡ് റേറ്റ് ഈസ് ₹65.85. അപ്പോൾ ഫോർവേഡ് റേറ്റ് എത്രയാണ്, 65.85 വെച്ചിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓൺ ദ 16th day, collect $1 lakh from the American customer, deliver the same to the dealer and collect ₹65,85,000. 60ാമത്തെ ദിവസം ആകുമ്പോൾ എന്ത് ചെയ്യും, അമേരിക്കൻ കസ്റ്റമറിൽ നിന്ന് $1 ലക്ഷം അവർക്ക് ഡോളറായിട്ട് കിട്ടുകയും ചെയ്യും. അത് ആർക്ക് കൊടുക്കാം, മറ്റേ ഡീലർക്ക് കൊടുക്കാം. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് എത്ര വാങ്ങാം, നമ്മൾക്ക് $65,85,000 വാങ്ങുന്നതിന് സാധിക്കും. അപ്പൊ ആദ്യം അവരെന്ത് സെയിൽ നടത്തി, ഒരു കോൺട്രാക്ട് വെക്കണേ. ഇത്ര 60 ദിവസം കഴിയുമ്പോൾ $1 65.85 വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, $1 ലക്ഷം തരാമെന്നൊരു എഗ്രിമെന്റ് നേരത്തെ അവർ മുൻകൂട്ടി ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ഹെഡ്ജിങ് നടത്താനായിട്ട് സാധിക്കും. മാർക്കറ്റ് ഹെഡ്ജ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി സിമ്പിൾ ആൻഡ് കൺവീനിയന്റ് അറേഞ്ച്മെന്റ് ആയിട്ടാണ് പറയുന്നത്.
It merely involved getting a forward quotation from a foreign exchange dealer and advising him to do the needful. അപ്പോൾ ഫോർവേഡ് കൊട്ടേഷൻ ആണ് ഫോറിൻ എക്സ്ചേഞ്ച് ഡീലറിൽ നിന്നും എടുക്കുന്നത്. എന്നിട്ട് അവരോട് പറയും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ചെയ്യാൻ. ഏത് രീതിയോ നെറ്റ് അസെറ്റ് പൊസിഷൻ വേണോ നെറ്റ് ലയബിലിറ്റി പൊസിഷൻ വേണോ, അപ്പം ഏതാണെന്ന് വെച്ചാൽ അത് അവർക്ക് കവർ ചെയ്യാൻ പറ്റും. Of course, the dealer will charge a commission for performing the transaction. അപ്പോൾ ഡീലർ അതിൻ്റെ ഇടനിലക്കാരൻ ഉണ്ടായിരിക്കും, അയാൾക്ക് എന്ത് കൊടുക്കണം, നമ്മൾക്ക് ഒരു കമ്മീഷൻ നിർബന്ധമായും ആ ട്രാൻസാക്ഷൻ വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഇതാണ് എന്തെന്ന് പറയണത്, ഫോർവേഡ് മാർക്കറ്റ് ഹെഡ്ജ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് മണി മാർക്കറ്റ് ഹെഡ്ജ് എന്താണെന്നാണ് പറയണത്. ദ മണി മാർക്കറ്റ് ആർ മാർക്കറ്റ്സ് ഫോർ ബിഗ് ടിക്കറ്റ് ലെൻഡിങ് ആൻഡ് ബോറോവിങ് ഓർ ട്രേഡിംഗ് ഇൻ ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സുകൾ കൂടുതലായിട്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ ലെൻഡിങ് ആൻഡ് ബോറോവിങ് ചെയ്യുന്നതാണ് കേട്ടോ. ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ആണ് ഇതിൽ കൈകാര്യം ചെയ്യുന്നത്. Instead of hedging a currency exposure with a forward contract, a company could use the money market to lend or borrow and achieve a similar result. ഇപ്പോൾ കമ്പനികൾ ഇവിടെ കറൻസി എക്സ്പോഷർ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഹെഡ്ജിങ് ആണ് ഉപയോഗിക്കുന്നത് ഫോർവേഡ് കോൺട്രാക്റ്റിൽ. അതിന് പകരമായിട്ട് കമ്പനികൾ എന്ത് ചെയ്യണം, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചിട്ടാണ് ലെൻഡിങ് അല്ലെങ്കിൽ ബോറോവിങ് ചെയ്യുന്നത്. അവർക്ക് സിമിലർ റിസൾട്ട് തന്നെയാണ് കിട്ടുകയും ചെയ്യുന്നത്. Under this hedging technique, the exposure position in a foreign currency is covered through borrowing or lending in the money market. ഹെഡ്ജിങ് ടെക്നിക്സ് അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഫോറിൻ കറൻസി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്ത് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് വിൽക്കുകയാണോ വാങ്ങുകയാണോ എന്താണെന്ന് വെച്ചാൽ ചെയ്യും. ബോറോവിങ് ഓർ ലെൻഡിങ്. ദ ബേസിക് ഐഡിയ ഈസ് ടു അവോയ്ഡ് ഫ്യൂച്ചർ എക്സ്ചേഞ്ച് റേറ്റ് അൺസർട്ടനിറ്റി. ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്താണ്, ഫ്യൂച്ചറിൽ അൺസർട്ടനിറ്റി എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസമുണ്ടാകുന്ന അൺസർട്ടനിറ്റി ഒഴിവാക്കുക എന്നുള്ളതാണ്. ബൈ മേക്കിംഗ് ദ എക്സ്ചേഞ്ച് അറ്റ് ടുഡേസ് സ്പോട്ട് റേറ്റ് ഇൻസ്റ്റഡ്. എന്ത് ചെയ്യാം, എക്സ്ചേഞ്ച് റേറ്റ് ഇന്നത്തെ സ്പോട്ട് റേറ്റിൽ നടത്തുന്നതിന് പകരം അവർ നേരത്തെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് ആ റേറ്റ് പ്രകാരം നടത്തുന്നു. ദിസ് ഈസ് അച്ചീവ്ഡ് ബൈ ഡെപ്പോസിറ്റിംഗ് ഓർ ബോറോവിംഗ് ദ ഫോറിൻ കറൻസി. ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾക്ക് ഇത് ഫോറിൻ കറൻസി ഡെപ്പോസിറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ബോറോ ചെയ്യാം. അണ്ടിൽ ദ ആക്ച്വൽ കമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ ക്യാഷ് ഫ്ലോസ് ഒക്കെ എന്നുവരെ അവർ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ എന്നാണ് നടപ്പാക്കുന്നത് അന്ന് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്യാഷ് ഫ്ലോ നമുക്ക് എന്ത് ചെയ്യാം, ഡീലിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർ ഇൻസ്റ്റൻസ്, ഇൻ എ നെറ്റ് അസറ്റ് പൊസിഷൻ ആൻ എക്സ്പോർട്ടർ മേ ബോറോ ഇൻ എ ഫോറിൻ കറൻസി ടു ഹെഡ്ജ് ദ എമൗണ്ട് it expect to receive in that currency at a later date, and the reverse process in case of net liability position. By doing so, the international firms will be matching its assets and liabilities in the same currency. ഇനി അതിന് പകരമായിട്ട് നെറ്റ് അസറ്റ് പൊസിഷൻ ആണ് ഒരു എക്സ്പോർട്ടർക്ക് ഉള്ളതെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോറിൻ കറൻസി ബോറോ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട്, അയാൾക്ക് കിട്ടാൻ പോകുന്ന കറൻസിയിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വരികയാണെങ്കിൽ അത് എന്ത് ചെയ്യാൻ, ഹെഡ്ജ് ചെയ്യാൻ, റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട്. ദ റിവേഴ്സ് പ്രോസസ് ഇൻ കേസ് ഓഫ് നെറ്റ് ലയബിലിറ്റി പൊസിഷൻ. ഇനി നെറ്റ് ലയബിലിറ്റി പൊസിഷൻ ആണെങ്കിൽ റിവേഴ്സ് എന്ത് ചെയ്യാൻ, ലെൻഡ് ചെയ്യാൻ പറ്റും. എക്സ്പോർട്ടർക്ക് ആവശ്യമായ കറൻസി എത്രയാണത് ലെൻഡ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ്, ഇന്റർനാഷണൽ ഫേംസിനെ സംബന്ധിച്ചിടത്തോളം അസറ്റും ലയബിലിറ്റീസും സെയിം കറൻസിയിൽ വരുത്താനായിട്ട് സാധിക്കും എന്നാണ് പറയണത്. അപ്പം അതാണ് മണി മാർക്കറ്റ് ഹെഡ്ജ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ചെയ്യണത്. മൂന്നാമത്തെ റോൾ ഓവർ കോൺട്രാക്ട് എന്താണെന്നാണ് പറയണത്. A rollover or rollover hedging is a technique through which investors can extend a contract for the sale of a commodity by continually extending a futures contract, thereby tendering a new contract for the same commodity with a later settlement date. എന്താണ് പറയണത്, റോൾ ഓവർ ഹെഡ്ജിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്ത് കമ്മോഡിറ്റിയാണ് വിൽപ്പന നടത്തുന്നത് അത് എന്ത് ചെയ്യാം, ഫ്യൂച്ചറിലേക്ക് കോൺട്രാക്റ്റിലൂടെ എന്ത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം അത്തരത്തിലൊരു പുതിയ കോൺട്രാക്ട് സെയിം കമ്മോഡിറ്റിക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, രണ്ടാമതൊരാളുമായിട്ട് സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കും. Stated differently, the investor, also known as the hedger, enters into a contract which he later closes. അപ്പം അയാൾ എന്ത് ചെയ്യുള്ളൂ, ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ലാറ്റർ അയാൾ രണ്ടാമത്തെ ഒരാളുമായിട്ടുള്ള കോൺട്രാക്ട് ക്ലോസ് ചെയ്യുമ്പോൾ മാത്രമാണ് ആരുമായിട്ട് വരുള്ളൂ, ഒറിജിനൽ ബയ്യറോ സെല്ലറുമായിട്ടോ കോൺട്രാക്ട് വരുന്നുള്ളൂ. While simultaneously opening the same position on a contract for the same good, where payment is due at a deferred time. അപ്പം അതേസമയം തന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരു ആളുമായിട്ട് സെയിം ഗുഡ്സിന് സെയിം പൊസിഷനിൽ കോൺട്രാക്ട് ഏർപ്പെടാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് ഏത് രീതിയിൽ, ഡെഫേർഡ് ടൈം, പോസ്റ്റ്പോൺ ചെയ്ത കാലയളവിലേക്ക്.
This procedure allows the investor to take advantage of fluctuating prices, giving them the opportunity to extend a contract for a specified commodity until the market for that commodity renders a lower price. അപ്പം ഇങ്ങനെ പ്രൊസീജിയേഴ്സ് ചില ഇൻവെസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം എന്താണ് അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്താണ് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് ചെയ്തിട്ടില്ല, അതിനനുസരിച്ചിട്ട് അവർക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ കോൺട്രാക്റ്റ് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുകയാണ് ചെയ്യണത്. ഭാവിയിലേക്കൊരു സമയത്തേക്ക് അവർക്ക് കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റോളർ കോൺട്രാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡർ അയാളുടെ പൊസിഷൻ ഫോം അത് എന്താണോ മുന്നിലേക്കോ അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് മുന്നോട്ട് നീട്ടി വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയണത് റോൾ ഓവർ കോൺട്രാക്ട് എന്ന് പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, മൂന്നാമതൊരാളുമായിട്ട് അതാ ലാറ്റർ എന്ന് പറഞ്ഞിട്ടാ, മൂന്നാമതൊരാളുമായിട്ട് അതിൻ്റെ ഇടയിൽ അവർ കോൺട്രാക്ട് ഉണ്ടാക്കിയാണ്. അപ്പൊ ഒരു 6 മാസത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ 3 മാസത്തെ ഒരു കോൺട്രാക്ട് മൂന്നാമതൊരാളുമായിട്ട് മൂന്നാമത് ഇന്റർമീഡിയറ്റ് ഒരാളുമായിട്ട് നടത്തും. അപ്പൊ ആ ഡേറ്റ് എത്തുമ്പോൾ ഇത് ക്ലോസ് ആയി കഴിയുമ്പോഴാണ് മറ്റേ ആളുമായിട്ട് ഒറിജിനൽ ആളുമായിട്ട് കോൺട്രാക്ട് വരുന്നതും അത് ഫുൾഫിൽ ചെയ്യുകയും ചെയ്യണത്.